പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത 60 സിവിലിയന്മാരെ കൂടി ശിക്ഷിച്ച് പാക് സൈനിക കോടതി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ വർഷം മെയ് 9-നാണ് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ പാകിസ്ഥാനിൽ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് നടത്തിയ പ്രതിഷേധത്തിൽ പങ്കെടുത്ത അദ്ദേഹത്തിന്റെ അനുയായികളാണ് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അക്രമാസക്തമായ പ്രതിഷേധത്തിൽ സൈനിക പോസ്റ്റുകളും സൈനിക ആസ്ഥാനങ്ങളും ആക്രമിക്കപ്പെട്ടതായും സർക്കാർ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ വിചാരണ ചെയ്ത സൈനിക കോടതികൾ സുപ്രീം കോടതിയുടെ അനുമതിയെ തുടർന്നാണ് വിധി പ്രസ്താവിച്ചത്. കഴിഞ്ഞയാഴ്ചയും 25 പേർക്ക് 2 മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ഈ കേസിൽ 60 പേർക്ക് കൂടി 2 വർഷം മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിച്ചതായി സൈന്യം അറിയിക്കുകയായിരുന്നു. ലാഹോർ കോർപ്സ് കമാൻഡറുകളുടെ ഔദ്യോഗിക വസതിയായ ജിന്ന ഹൗസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പങ്കുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് 10 വർഷത്തെ കഠിന തടവിന് വിധിക്കപ്പെട്ട ഇമ്രാൻഖാന്റെ അനന്തരവൻ ഹസൻ ഖാൻ നിയാസയാണ് കുറ്റവാളികളുടെ പട്ടികയിൽ ഒന്നാമനായി പറയുന്നത്. സൈനിക സ്ഥാപനങ്ങൾക്കെതിരായ ആക്രമണത്തിൽ ഉൾപ്പെടെ 100-ലധികം പ്രതികളെ സൈനിക നിയമപ്രകാരം ചോദ്യം ചെയ്യുന്നതിനായി കഴിഞ്ഞ വർഷം സർക്കാർ സൈനിക അധികാരികൾക്ക് കൈമാറിയിരുന്നു. ഈ വിധികളോടെ മെയ് 9-ലെ അക്രമവുമായി ബന്ധപ്പെട്ട കേസുകളുടെ അന്വേഷണം പൂർത്തിയായതായി എന്നാണ് പറയപ്പെടുന്നത്. ഭരണഘടനയും നിയമവും അനുസരിച്ച് എല്ലാ കുറ്റവാളികൾക്കും അപ്പീൽ നൽകാൻ അവകാശമുണ്ട് എന്നും സൈന്യം അവകാശപ്പെടുന്നു. സിവിലിയന്മാരെ സൈനിക കോടതികളിൽ വിചാരണ ചെയ്യുന്നത് സാധാരണ ജനാധിപത്യ രാജ്യങ്ങളിൽ നടപ്പിലാക്കാത്ത കീഴ്വഴക്കമാണ്. സിവിലിയന്മാരുടെ സൈനിക വിചാരണയെ ചോദ്യം ചെയ്ത സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ കാരണം സൈനിക കോടതികൾ അവരുടെ വിധി പ്രഖ്യാപിക്കുന്നത് വൈകുകയെന്നതായിരുന്നു. അതിനിടെ സൈനിക കോടതികളിൽ വിചാരണ പൂർത്തിയായ കേസുകളിൽ വിധി പറയാൻ സുപ്രീം കോടതി അനുമതി നൽകി. അതേസമയം ഇമ്രാൻഖാന്റെ ജയിൽ മോചനം ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾ എല്ലാ അർത്ഥത്തിലും അതിർവരമ്പുകൾ ഭേദിക്കുകയായിരുന്നു. 200-ലധികം കേസുകൾ നേരിടുന്ന ഇമ്രാൻഖാൻ 2023 മുതൽ റാവൽപിണ്ടിയിലെ അദിയാല ജയിലിൽ തടവിലാണ്. അവസാനം വരെ പോരാടുക എന്നാണ് അദ്ദേഹം അണികളോട് ജയിലിൽ നിന്നുള്ള ഇമ്രാൻഖാൻ ആഹ്വാനം നൽകിയിരുന്നത്. നവംബർ 25-ന് പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദ് കലാപഭൂമിക്ക് സമാനമായിരുന്നു. ഒരു വർഷത്തിലധികമായി പാക് ജയിലിലുള്ള ഇമ്രാൻഖാന്റെ മോചനം ആവശ്യപ്പെട്ടുള്ള ലോങ് മാർച്ചാണ് സംഘർഷഭരിതമായതും. കണ്ടെയ്നർ ബാരിക്കേഡ് അടക്കം ഉപയോഗിച്ചായിരുന്നു റാലിയിൽ പോലീസ് നേരിട്ടതും. ഇതോടെ പലയിടത്തും പോലീസുമായി നേർക്കുനേർ ഏറ്റുമുട്ടൽ വരെ ഉണ്ടായിരുന്നു. പ്രതിഷേധ റാലിക്ക് ഇമ്രാൻഖാന്റെ ഭാര്യയായ ബുഷ്ര ബീബിയായിരുന്നു നേതൃത്വം നൽകിയത്. ഇമ്രാൻഖാൻ നമുക്കൊപ്പം എത്തുന്നതുവരെ പ്രതിഷേധം അവസാനിപ്പിക്കരുതെന്നും മടങ്ങിപ്പോകരുതെന്നും ബുർഷ പ്രവർത്തകരോട് തന്നെ കണ്ണീരോടെയാണ് ആവശ്യപ്പെട്ടതും. റാലി നടത്താൻ അനുമതിയില്ലാത്ത ഡി ചൌക്കിൽ ഉൾപ്പെടെ പ്രതിഷേധം ഉയർന്നിരുന്നു. സംഘർഷത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം 6 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റു. പാകിസ്ഥാനിൽ നടക്കുന്നത് സാധാരണ സ്ഫോടനങ്ങളോ ചാവേർ ആക്രമണങ്ങളോ വെടിവെപ്പുകളോ മാത്രമല്ല, ദക്ഷിണ ഏഷ്യയിൽ സമീപ വർഷങ്ങളിൽ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ നീക്കമായിരുന്നു നടന്നത്. പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്ക് സംഘർഷം വ്യാപിച്ചതോടെ തന്നെ സൈന്യവും രംഗത്തിറങ്ങുകയായിരുന്നു. പ്രതിഷേധകരെ കണ്ടാൽ ഉടൻ വെടിവെക്കാനുള്ള ഉത്തരവും ഉണ്ടായിരുന്നു. ആക്രമണത്തെ ശക്തമായ നിലയിൽ അപലപിച്ച പാക് നേതാവ് ഷെഹബാസ് ഷെരീഫ് ഉത്തരവാദികളെ ഉടൻ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും നിർദ്ദേശം നൽകിയിരുന്നു. 2022-ലാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ ഇമ്രാൻഖാനെ പിരിച്ചുവിട്ടത്. അന്നു മുതൽ നിരവധി കേസുകൾ മുൻ പ്രധാനമന്ത്രി ഉൾപ്പെട്ടിട്ടുമുണ്ട്. 2000-ലധികം കേസുകൾ നേരിടുന്ന ഇമ്രാൻഖാൻ കഴിഞ്ഞ വർഷം മുതൽ റാവൽപിണ്ടിയിലെ അദിയാല ജയിലിൽ തടവിലാണ് കഴിയുന്നത്. ഒക്ടോബറിൽ പുറത്തിറങ്ങുന്നതിന് മുൻപേ തന്നെ ഇമ്രാൻഖാന്റെ ഭാര്യ ബുർഷ ബീബിയും ഈ വർഷം 9 മാസം വരെ ജയിൽവാസം അനുഭവിച്ചിട്ടുമുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.